കുഞ്ഞിന്റെ കാര്യത്തിൽ തനിക്കുള്ള നിബന്ധനകൾ ആവർത്തിച്ച് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ. കുഞ്ഞിനെ മറ്റുള്ളവർ ശല്യപ്പെടുത്തുന്നതിനെതിരെ ഒരു സ്ത്രീ സംസാരിക്കുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ദിയയുടെ പ്രതികരണം. കുഞ്ഞ് കരയുമ്പോൾ ഞാനെടുക്കാം എന്ന് പറയുക, ശബ്ദമുണ്ടാക്കുക, വിനോദത്തിന് വേണ്ടി കുഞ്ഞുങ്ങളുടെ ക്ഷീണം മനസ്സിലാക്കാതെ കളിപ്പിക്കുക, ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക, ഒരുപാട് ആൾക്കാരുമായി ഇടകലർന്നുക എന്നിവ തെറ്റിദ്ധാരണയാണ് ഈ റീലിൽ കാണിക്കുന്നത്. ഈ വാദങ്ങളെ ദിയ പൂർണ്ണമായും ശരിവെക്കുന്നു. ഇതെല്ലാം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും വലിയ ശബ്ദങ്ങൾ, അമിതാവേശം, കുഞ്ഞിനെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക എന്നിവ. എൻ്റെ കുഞ്ഞ് ആരുടെയും വിനോദത്തിനല്ല, വേണമെങ്കിൽ യൂട്യൂബിൽ കണ്ടോളൂ എന്നാണ് ദിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. സ്വന്തം വീട്ടുകാരെ തന്നെയല്ലേ ദിയ ഉദ്ദേശിച്ചത് എന്നത് പലരുടെയും ചോദ്യം. കഴിഞ്ഞ ദിവസങ്ങളെ ദിയയുടെ മുത്തശ്ശൻ മരിച്ചത്. മരണവീട്ടിലെ അനുഭവമാകാം ദിയ പങ്കുവച്ചതിൽ നിന്നും അഭിപ്രായങ്ങളുണ്ട്. അതേസമയം ദിയ നേരത്തെ പലതവണ സമാന അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വീട്ടിലെ ആളുകളെ തന്നെയാണ് ദിയ ഉദ്ദേശിക്കുന്നത് എന്നാണ് നെറ്റിസൻസ് പറയാനുള്ളതും. കാരണം ദിയ മിക്കപ്പോഴും തൻ്റെ മാതാപിതാക്കളുടെ വീട്ടുകളിലാണ് ഉണ്ടാകാറുള്ളത്. സഹോദരിമാരാണ് മിക്കപ്പോഴും ദിയയുടെ കുഞ്ഞിനെ ലാളിക്കുന്നതും. എൻ്റെ കുഞ്ഞ് കരയുമ്പോൾ എൻ്റെ കയ്യിലേക്ക് തരാതെ അലസോരപ്പെടുത്തിയാൽ കുഞ്ഞ് നിൻ്റെ അടുത്ത് നിന്നും വരില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു വരുത്തുമെന്നാണ് ആരെയും ഉദ്ദേശിച്ചു പോയ ദിയ മുമ്പൊരിക്കൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ള ആളാണ് ദിയ. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആരും തന്നെ ഉപദേശിക്കുന്നത് ദിയയ്ക്ക് ഇഷ്ടമല്ല. ഇക്കാരണത്താൽ ബ്ലോഗുകളിൽ പഴയതുപോലെ ദിയ പങ്കുവെക്കാറുമില്ല. കുഞ്ഞിനെ വളർത്തുന്നതിൽ പല ഉപദേശങ്ങളും ദിയയ്ക്ക് കമൻറ്റുകളായി വന്നു. ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടി. ഇതോടെ തനിക്ക് ഇത്തരം ഉപദേശങ്ങൾ വേണ്ടെന്ന് തുറന്നടിക്കുകയും ചെയ്തു. അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്തവർ എന്തിന് കുഞ്ഞിനെ ബ്ലോഗിൽ കാണിക്കുന്നു? വ്യൂവേഴ്സിനും മോണിറ്റൈസേഷനും വേണം, എന്നാൽ അഭിപ്രായം മാത്രം പറ്റില്ല എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ താരത്തിന് അത് പറ്റുമോ എന്ന് വിമർശകരുടെ ചോദ്യങ്ങളും വന്നു.